നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നമ്മുടെ റിസൾട്ട് വന്നു. എപ്പോഴത്തെയും പോലെ നമ്മുടെ വിന്നിംഗ് പെർസെൻറ്റേജ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്രയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്കിപ്പോൾ വരുന്ന കുറേ മെസ്സേജുകളിൽ, അതായത് സാറേ ഞാൻ ജയിക്കുമെന്ന് ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചതാണ്, എന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു റീവാലുവേഷൻ, റീചെക്കിങ് അതിനൊരു പോസിബിലിറ്റി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഇതിന് മുന്നേ സ്കൂൾ ലെവൽ എക്സാമിനേഷനും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലെവൽ എക്സാമിനേഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരായിരിക്കും. നമുക്കൊരു റീചെക്കിങ് അല്ലെങ്കിൽ റീവാലുവേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ് അവിടെ ഉണ്ടായിരുന്നു. CMAക്കും ഉണ്ട്. പക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇത് അതുപോലെയല്ല. ഇത് കംപ്ലീറ്റ്ലി വേറൊരു പരിപാടിയാണ്. എന്താ സംഭവം ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അതിനു മുന്നേ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. നമ്മുടെ ഇപ്രാവശ്യത്തെ എക്സാം എഴുതി പാസ്സായ 50+ സ്റ്റുഡൻസ് ആണ് നമ്മുടെ ബാച്ചിലുണ്ടായിരുന്ന 50+ സ്റ്റുഡൻസ് ആണ് ഇപ്രാവശ്യത്തെ എക്സാം എഴുതി പാസ്സായത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഒരു അച്ചീവ്മെന്റ് ആണ് ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയത്. ഇനിയുണ്ട് കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോകാൻ. ഇന്റർ കംപ്ലീറ്റ് ചെയ്യുമെങ്കിൽ ഫൈനൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരു കൺഗ്രാറ്റുലേഷൻസ്. ശരി, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറാം. അതിൽ ഏറ്റവും ടോപ്പ് ബാനറിൽ സ്റ്റുഡൻസ് ഉണ്ടാവും. ആ സ്റ്റുഡൻസിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ ഈ ലെഫ്റ്റ് സൈഡിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒരു സെക്കൻഡ്. ഇവിടെ ഈ ബാനറിൽ നിങ്ങൾ നമ്മുടെ എക്സാമിനേഷൻസിലും കൂടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പോകണമെങ്കിൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങൾക്ക് ഇതൊരു റീവാലുവേഷൻ, ഒരു റീചെക്കിങ്, റീകൗണ്ടിങ്ങിനൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. 2, നമ്മുടെ ഈ പറഞ്ഞ എക്സാം ഷീറ്റിന്റെ ആൻസർ ഷീറ്റിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനായിട്ട് പറ്റും. ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ഒന്ന്, നമുക്കിത് ഒരു റീകൗണ്ടിങ്ങിന് കൊടുക്കാൻ പറ്റും. 2, ഫോട്ടോസ്റ്റാറ്റ് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് പറ്റും. ഇതിന് 2ന്റെയും ഡേറ്റ്, ടൈമിംഗ് വരുന്നത് 30 ദിവസം. റിസൾട്ട് വന്നിട്ട് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് ആണ് നിങ്ങൾ വേണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ പ്രൊസീജിയർ ഫോർ വെരിഫിക്കേഷൻ ഓഫ് ആൻസർ ഷീറ്റ് അല്ലെങ്കിൽ പ്രൊസീജിയർ ഫോർ ഒബ്റ്റൈനിങ് സർട്ടിഫൈഡ് ആൻസർ കോപ്പി ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾ ഇവിടെ ഫിൽ ചെയ്താൽ മതി. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, റോൾ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് ക്ലിക്ക് ഹിയർ അടിക്കുമ്പോഴേ ഇവിടെ സംഭവം വരും. അതിൽ ഒരു ആൻസർ കോപ്പിക്ക് 500 രൂപയാണ്. ഓക്കെ, ഒരു ആൻസർ കോപ്പിക്ക് 500 റുപ്പീസാണ്. അത് നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആൻസർ കോപ്പിയുടെ കോപ്പി ഇവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അടുത്തത്, എങ്ങനെയാണ് ഇതൊരു റീവെരിഫിക്കേഷൻ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞില്ലേ, അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിൽ കണ്ടോ പ്രൊസീജിയർ ഫോർ വെരിഫിക്കേഷൻ ഓഫ് ആൻസർ പേപ്പർ എന്നുണ്ടോ, അത് ക്ലിക്ക് ചെയ്യുക. നേരത്തെ പോലെ സെയിം വിൻഡോ ആയിരിക്കും വരിക. ഇവിടുത്തെ ഡേറ്റ് ഉണ്ടോ, റിസൾട്ട് വന്നത് ഈ ദിവസം. ഓക്കെ, അപ്പോൾ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അവർ. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 22/9 ആണ്. റിസൾട്ട് വന്നത് ഇന്നലെയല്ലേ, അപ്പോൾ കറക്റ്റ് 1 മാസം കഴിയുമ്പോൾ ഈ വെരിഫിക്കേഷൻ ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് ആസ് സൂൺ ആസ് പോസിബിൾ വരും. അതിന്റെ എക്സ്പെക്ടഡ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ വരും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അത് ഒരു പേപ്പറിന്റെ റീവെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ 250 രൂപയാണ്, 250 റുപ്പീസാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പോയിന്റ് നിങ്ങൾ വായിച്ചു നോക്കി. ഇൻ കേസ് വെരിഫിക്കേഷൻ ഓഫ് ആൻസർ പേപ്പർ ഓൺലി മിസ്റ്റേക്സ് ഇൻ ടോട്ടലിംഗ് ആൻഡ് ഒമിഷൻ ടു എക്സാമിൻ എനി ആൻസർ ആർ ചെക്ഡ്. കണ്ടോ, അതായത് നിങ്ങൾ എക്സാം എഴുതിയ സമയത്ത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഏതെങ്കിലും ആൻസർ കൗണ്ട് ചെയ്യാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾ മാർക്ക് ഇട്ടു, ആ മാർക്കിൽ കൗണ്ടിങ്ങിന് എന്തെങ്കിലും ഇഷ്യൂ പറ്റിയിട്ടുണ്ടോ നോക്കും. ഓക്കെ, അതുപോലെ ഏതെങ്കിലും ആൻസറിന് മാർക്ക് ഇട്ടിട്ടില്ലെങ്കിൽ, ഒമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കും. ഈ 2 പരിപാടികൾ മാത്രമാണ് അവർ ചെക്ക് ചെയ്യുക. അതല്ലാണ്ട് ഡീറ്റെയിൽഡ് ആൻസറിന്റെ ക്രോസ് ചെക്കിങ് അവർ ചെയ്യില്ല. ഡീറ്റെയിൽഡ് ആൻസറിന്റെ ക്രോസ് ചെക്കിങ് അവർ ചെയ്യില്ല. അപ്പൊ ഇതിനൊരു റീവാലുവേഷൻ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ഒരു റീവെരിഫിക്കേഷനാണ്. അത് എല്ലാ ക്വസ്റ്റിനും മാർക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ടോട്ടലിങ്ങിന് എന്തെങ്കിലും ഇഷ്യൂ പറ്റിയിട്ടുണ്ടോ, ഇപ്പൊ കൂട്ടിയതിൽ ഏതെങ്കിലും ഒരു മാർക്ക് എങ്ങാനും കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നായിരിക്കും നോക്കുക. ഇത് മാത്രമാണ് അവർ ചെയ്യുക. ഇങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പേജ് 200 റുപ്പീസ് നിങ്ങൾക്ക് റീഫണ്ട് തരും എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇത്രയും കാലം നമ്മൾ ഈ CMA ഫീൽഡിൽ നിന്നിട്ട് ചുരുക്കം കുറച്ച് പേർക്ക്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, 1000 പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 1-2 പേർക്ക്, അതും ബൈ ചാൻസ് മാത്രമാണ് ഈ സംഭവം കിട്ടുക. കാരണം നിങ്ങൾ എക്സാം, നമ്മുടെ ആൻസർ ഷീറ്റ് കണ്ടിട്ടില്ലേടാ, ആൻസർ ഷീറ്റിന്റെ ഏറ്റവും ഫ്രണ്ട് ഒരു OMR ഷീറ്റാണ്. അതിൽ മാർക്ക് പ്രോപ്പറായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഒരു OMRൽ ആ ഒരു മെഷീനിലൂടെ കയറി പോയി കഴിഞ്ഞാൽ ആൻസർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആവുക ചെയ്യുക. അപ്പോൾ അതിൽ ഈ പറഞ്ഞ ഒമിഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ ഒരു 3 ലെവൽ ഓഫ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ആൻസർ പബ്ലിഷ് ചെയ്യാവുന്ന രീതിയിൽ എത്തിക്കുക, നമ്മുടെ ആൻസർ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരിക. അപ്പോൾ ഇത് നടക്കാനുള്ള ചാൻസ് 99% കുറവാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ഒരു റിഗ്രറ്റ് ഫ്യൂച്ചറിൽ ഉണ്ടാവണ്ട. അങ്ങനെയാണെങ്കിൽ മാത്രം ഈ റീവെരിഫിക്കേഷൻ കൊടുത്താൽ മതി. പിടിയോ, അല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ആൻസർ ഒന്നും കൂടി അവർ ചെക്ക് ചെയ്യത്തില്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാം. ക്ലിക്ക് ഹിയർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റോൾ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ വരും. എന്നിട്ട് ഇവിടെ സബ്ജക്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഏത് സബ്ജക്റ്റ് ആണോ വേണ്ടത് ആ സബ്ജക്ട് സെലക്ട് ചെയ്യാം. പേയ്മെന്റ് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെയൊക്കെ ചെയ്തതുപോലെ തന്നെ ഗൂഗിൾ പേയോ കാർഡൊക്കെ യൂസ് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് റീവെരിഫിക്കേഷന് വേണ്ടി എടുക്കും. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് 22/9 ആണ്. ലാസ്റ്റ് ഡേറ്റ് എന്നാണ് 22/9, ഇന്റർനും ഫൈനലിനും. റിസൾട്ട് ഉടനെ തന്നെ വരുമായിരിക്കും.
ഉടനെ തന്നെ നിങ്ങൾക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ വേണമെങ്കിൽ കൊടുത്തോ, പക്ഷേ ഇതിനൊരു ഹോപ്പ് വെക്കരുത്. ചാൻസ് വളരെ 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 കുറവാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്ന ഒരു കാര്യം. ഇതല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഹെൽപ്പ് വേണം, വേറെ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. നമുക്ക് ആ വീഡിയോ ആയിട്ട് കാണാം. ബൈ.